Kim's Health Presents, 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 നവംബർ 29 ശനിയാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെ 46ാമത് സുപ്രീം കൗൺസിൽ ഉച്ചകോടിക്ക് ഡിസംബർ 3 ആതിഥേയത്വം വഹിക്കാൻ ബഹ്റൈൻ ഒരുങ്ങി. ഉച്ചകോടിയുടെ ഭാഗമായി രാജ്യത്തിൻ്റെ തലസ്ഥാനവും പ്രധാന നഗരങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ ഐക്യം വിളിച്ചോതുന്ന ദൃശ്യവിരുന്നുകളാൽ അലങ്കരിച്ചിരിക്കുകയാണ്. GCC രാജ്യങ്ങളിലെ നേതാക്കളുടെ ചിത്രങ്ങൾ, ഊഷ്മളമായ സ്വാഗത സന്ദേശങ്ങൾ, ഒത്തുചേരലിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമായ മുദ്രാവാക്യങ്ങൾ എന്നിവ റോഡുകളിലും കവലകളിലും പൊതുയിടങ്ങളിലുമായി സ്ഥാപിച്ചിട്ടുണ്ട്. മേഖലയിലെ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും ഇടയിൽ കൂട്ടായ ഭാവിയും സാമ്പത്തിക സംയോജനവും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലായാണ് ഉച്ചകോടിയെ വിലയിരുത്തുന്നത്. GCC രാജ്യങ്ങളിലെ ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അന്താരാഷ്ട്ര വേദിയിൽ ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന സുപ്രധാന ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാദേശിക അന്തർദേശീയ വെല്ലുവിളികൾ, സാമ്പത്തിക സംയോജനത്തിനുള്ള സാധ്യതകൾ, സുരക്ഷ, ഏകോപനം വർദ്ധിപ്പിക്കൽ, വിവിധ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. മിഡിൽ ഈസ്റ്റിലെ ആഭരണങ്ങളുടെയും വാച്ചുകളുടെയും ആഡംബര ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ പ്രദർശനമായ ജ്വല്ലറി അറേബ്യയുടെ 33ാമത് പതിപ്പിൽ ഈ വർഷവും ഇന്ത്യയുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. സാഖീറിലെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ നടക്കുന്ന മേളയിൽ 972 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുക്കിയ ഇന്ത്യ പവലിയൻ ഈ വർഷത്തെ പ്രദർശനത്തിലെ ഏറ്റവും വലുതാണ്. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് ഈ ആഡംബര മേള ഉദ്ഘാടനം ചെയ്തത്. ലോകമെമ്പാടുമുള്ള 700-ലധികം ആഭരണ നിർമ്മാതാക്കൾ പങ്കെടുത്ത ഈ പ്രദർശനത്തിൽ 57 ഇന്ത്യൻ ആഭരണ പ്രദർശകരെയാണ് ഇന്ത്യ പവലിയനിൽ അണിനിരത്തിയിട്ടുള്ളത്. ഇന്ത്യൻ ഡിസൈനുകളുടെ വൈവിധ്യവും കരകൗശല മികവും മേളയിലെത്തുന്നവരുടെ ശ്രദ്ധയാകർഷിച്ചു. മേളയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇന്ത്യൻ അംബാസഡർ വിനോദ് കെ ജേക്കബ് കഴിഞ്ഞ ദിവസം പ്രദർശനവേദിയും ഇന്ത്യ പവലിയനും സന്ദർശിച്ചു. അദ്ദേഹം ഇന്ത്യൻ ആഭരണ പ്രദർശകരുമായി ആശയവിനിമയം നടത്തുകയും അവരുടെ പങ്കാളിത്തത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. മേഖലയിലെ ഏറ്റവും വലിയ ആഡംബര ഷോപ്പിംഗ് ഈവന്റ് എന്ന നിലയിൽ വിജയകരമായി പുരോഗമിക്കുന്ന ജ്വല്ലറി അറേബ്യയുടെ ഭാഗമായി 3ാം സെന്റ് അറേബ്യ എഡിഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹ്റൈൻ നവകേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം കേരള സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ക്ഷേമം ലക്ഷ്യമിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് മന്ത്രി ചടങ്ങിൽ വിശദമായി സംസാരിച്ചു. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയനായ മനാമ സെൻട്രൽ മാർക്കറ്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് റഹീം വാവക്കുഞ്ഞിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ മകൻ അൻസിൽ ബഷീർ, ബിസിനസ് രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ KR പ്രദീപ് കുമാർ എന്നിവർക്ക് മന്ത്രി നവകേരളയുടെ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. നവകേരള പ്രസിഡന്റ് NK ജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി AK സുഹൈൽ സ്വാഗതം ആശംസിച്ചു. കോർഡിനേറ്റർ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ജേക്കബ് മാത്യു, ലോക കേരള സഭാംഗം ഷാജി മൂതല എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ഷാജഹാൻ കരുവന്നൂർ പരിപാടിയുടെ MC ആയിരുന്നു. ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് മാണിയത്ത് നന്ദി പ്രകാശിപ്പിച്ചു. ബഹ്റൈൻ പ്രതിഭ സുബി ഹോംസുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന വൈബ്സ് ഓഫ് ബഹ്റൈൻ എന്ന കലാവിരുന്ന് ഡിസംബർ 5 ഇന്ത്യൻ ക്ലബ് ഗ്രൗണ്ടിൽ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈൻ പ്രതിഭയുടെ 30ാം കേന്ദ്ര സമ്മേളനത്തിന് മുന്നോടിയായുള്ള അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് ഈ കലാസന്ധ്യ ഒരുക്കിയിരിക്കുന്നത്. പ്രശസ്ത ഗായിക രഞ്ജിനി ജോസും റഫീഖ് റഹ്മാനും സംഘവും അണിനിരക്കുന്ന സംഗീത നിശയാണ് പരിപാടിയുടെ മുഖ്യ ആകർഷണം. ഒപ്പം ബഹ്റൈനിലെ പ്രമുഖ നൃത്താധ്യാപികയായ വിദ്യശ്രീയുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ പ്രതിഭയുടെ വനിതാവേദി പ്രവർത്തകർ അരങ്ങിലെത്തുന്ന ഋതു എന്ന സംഗീത നൃത്തശില്പവും ശ്രദ്ധേയമാകും. അറബിക് ഡാൻസ് ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും അന്നേ ദിവസം വേദിയിൽ അരങ്ങേറും. പരിപാടിയിലേക്ക് എല്ലാ കലാസ്നേഹികളെയും ക്ഷണിക്കുന്നതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിഭാ സെന്ററിൽ വെച്ച് നടന്ന വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ബിനു മണ്ണിൽ, ജനറൽ കൺവീനർ NV ലിവിൻ കുമാർ, ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴ, വൈസ് പ്രസിഡന്റ് നിഷ സതീഷ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
Lulu Money. ബഹ്റിനിലെ കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ ഈ വർഷത്തെ വാർഷിക പിക്നിക് ആൻഡ് സ്പോർട്സ് ഡേ 2025 ബുദയയിലെ പ്ലാസ ഗാർഡൻ പൂൾസിൽ വെച്ച് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രവാസി കുടുംബങ്ങളെ ഒന്നിപ്പിച്ച പരിപാടി കായിക മത്സരങ്ങളാലും വിനോദ ഗെയിമുകളാലും ശ്രദ്ധേയമായി. KDPA-യുടെ പ്രസിഡന്റ് MT വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി നിജിൽ രമേശ് സ്വാഗതം ആശംസിച്ചു. എബ്രഹാം ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുടുംബ സൗഹൃദ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ദിനാഘോഷത്തിൽ കുട്ടികൾക്കായി വിവിധയിനം കായിക മത്സരങ്ങളും മുതിർന്നവർക്കായി ഉല്ലാസപ്രദമായ ഗെയിമുകളും നടന്നു. അംഗങ്ങൾ ആവേശത്തോടെ മത്സരങ്ങളിൽ പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ഹർഷ ശ്രീഹരി പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി. 47 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന TP അബ്ദുറഹ്മാന് ബഹ്റിൻ അൽമന്നായ് കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം റിഫ യൂണിറ്റ് യാത്രയയപ്പ് നൽകി. അൽമന്നായ് മലയാള വിഭാഗം ജനറൽ സെക്രട്ടറി MM റിസാലുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സമീർ അലി സ്വാഗതം ആശംസിച്ചു. പ്രവാസകാലത്ത് അബ്ദുറഹ്മാൻ സാഹിബ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകളെയും ഇംഗ്ലീഷ് അറബി ഭാഷകളിലെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെയും MM റിസാലുദ്ദീൻ വിശദീകരിച്ചു. കേന്ദ്ര സോഷ്യൽ വെൽഫെയർ സെക്രട്ടറി ഹംസ K അഹമ്മദ് റിഫ യൂണിറ്റിനു വേണ്ടി TP അബ്ദുറഹ്മാൻ സാഹിബിന് മെമന്റോ നൽകി ആദരിച്ചു. ഹംസ K അഹമ്മദ്, കോയ ബേപ്പൂർ, PP ഹനീഫ, കുഞ്ഞാമ്മദ് ഈസ ടൗൺ, അബ്ദുറഹ്മാൻ ഈസ ടൗൺ, നൂർ അടിയലത്ത്, നിസാർ, അബ്ദുൽ അസീസ്, അബ്ദുറഹ്മാൻ, സ്വാലിഹ് അൽ ഹിക്കമി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മുജീബ് നൂഹ് നന്ദി പറഞ്ഞു. ബഹ്റിൻ ഫാർമേഴ്സ് മാർക്കറ്റിന്റെ 13ാം പതിപ്പ് ദേശീയ കാർഷിക മേഖലാ വികസന സംരംഭത്തിന്റെ സെക്രട്ടറി ജനറൽ ഷെയ്ഖ മറം ബിൻത് ഈസ അൽ ഖലീഫ ബുദയ്യ ബോട്ടാണിക്കൽ ഗാർഡനിൽ വച്ച് ഉദ്ഘാടനം ചെയ്തു. സന്ദർശകർ, കർഷകർ, വിനോദസഞ്ചാരികൾ, കാർഷിക കാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവർ എന്നിവരുടെ ശ്രദ്ധേയമായ പങ്കാളിത്തമാണ് ഉദ്ഘാടന ചടങ്ങിൽ ദൃശ്യമായത്. മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സും അഗ്രികൾച്ചറൽ മന്ത്രാലയവും നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റുമായും സഹകരിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. 2026 ഫെബ്രുവരി 14 വരെ ഫാമേഴ്സ് മാർക്കറ്റ് തുടരും. ഈ സീസൺ മുഴുവൻ എല്ലാ ശനിയാഴ്ചയുമാണ് മാർക്കറ്റ് പ്രവർത്തിക്കുക. പ്രാദേശിക ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതിനും ദേശീയ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനായി വലിയ ഇടങ്ങൾ നൽകുന്നതിനും വേണ്ടി 32 ബഹ്റിൻ കർഷകർ, 7 തേനീച്ച വളർത്തുന്നവർ, 4 ഈന്തപ്പഴ ഉൽപ്പാദകർ, 6 നഴ്സറി ഉടമകൾ, 4 കാർഷിക കമ്പനികൾ എന്നിവരുടെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം കരകൗശല വിദഗ്ധരുടെ സ്റ്റാളുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, ചെറുകിട വാണിജ്യ സംരംഭങ്ങൾ എന്നിവയും സന്ദർശകർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.